Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PyQt4 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വിൻഡോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഏതൊരു കാര്യവും പുതിയൊരു കാര്യവും നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും അല്ലേ? പെട്ടെന്നൊരു പുതിയ അഭിപ്രായത്തെ സ്വീകരിക്കാൻ കഴിയുക, പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു സംഗതിയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ട്രെയിന് നിങ്ങളതിൻ്റെ ട്രാക്കിലൂടെ മെല്ലെ അതിൻ്റെ ട്രാവലിംഗ് തുടങ്ങുമ്പോൾ അതിന് തുടക്കത്തിൽ കുറച്ചൊക്കെ ഒന്ന് സ്ട്രെസ് എടുത്ത് സ്ട്രെയിൻ ചെയ്ത് വലിച്ചെടുത്തിട്ട് അങ്ങോട്ട് തുടങ്ങും, പിന്നെ അങ്ങ് സ്മൂത്തായി പോകും അല്ലേ? എന്നതുപോലെ തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു പ്രയാസമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. രണ്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സിമ്പിൾ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗം എന്നുള്ള പോലെ ഫീൽ ചെയ്യും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ PyQt4 യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫയൽ, നിങ്ങൾ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, പേര് കൊടുക്കുക. നമ്മുടെ പൈത്തൺ ഫയൽ നമുക്ക് തുടങ്ങാം. PyQt4 ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. PyQt4 യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊഡ്യൂളാണ് Qt എന്ന് പറയുന്ന മൊഡ്യൂൾ. അപ്പോൾ ഫ്രം PyQt4 ഓക്കെ, ഇമ്പോർട്ട്, ആരെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? Qt എന്ന് പറയുന്ന മൊഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ഒരു സിസ് മൊഡ്യൂൾ കൂടെ വളരെ അത്യാവശ്യമാണ്. ഇമ്പോർട്ട് സിസ്, അത് പൈത്തണിൽ നിന്നും ഇത് PyQt4 നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഈ രണ്ട് ലൈനുകൾ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും നിങ്ങളത് നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയേ തീരും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ PyQt4ൽ, സ്വാഭാവികമായിട്ട് എന്നല്ല, PyQt4ൻ്റെ കൺവെൻഷൻ അനുസരിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആപ്പ് ഒബ്ജക്റ്റ് നിർബന്ധമായും ക്രിയേറ്റ് ചെയ്യും. ആപ്പ്, നമുക്കൊരു ഒബ്ജക്റ്റിന് ആപ്പ് എന്ന് പേര് കൊടുത്തു. എന്താണ്? Qt ആപ്പാണ്. അപ്പോൾ Qt മൊഡ്യൂളിൽ നിന്നും Q ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന RGB എന്ന് പറയുന്ന പാരാമീറ്ററോട് കൂടി ഒരു Q ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നിർബന്ധമായും നമ്മുടെ ആപ്ലിക്കേഷനിലെ, നമ്മുടെ കോഡിലെ ഒരു ലൈനാണ്. ഇതെന്തായാലും നമ്മുടെ കോഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ഒരു ബേസിക് വിൻഡോ. ഓക്കെ, അപ്പോൾ നമുക്കതിന് പേര് കൊടുക്കാം. ഒരു വിൻഡോ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇതൊരു ഒബ്ജക്റ്റാണ്, വിൻഡോ ഒബ്ജക്റ്റ്. അതെന്താണ്? Qt മൊഡ്യൂളിലെ തന്നെ Q വിഡ്ജറ്റ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സംഗതിയാണ്. Q വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് നമുക്ക് വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാ വിഡ്ജറ്റുകളുടെയും ഒരു ബേസ് ക്ലാസ് ആണ് Q വിഡ്ജറ്റ്. അപ്പോൾ Qt മൊഡ്യൂളിൽ നിന്നും Q വിഡ്ജറ്റ് ക്ലാസ്സിലെ ഒരു വിൻഡോ ഒബ്ജക്റ്റ്, ആ Q വിഡ്ജറ്റ് ക്ലാസ്സിൻ്റെ ഒരു വിൻഡോ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ സ്ക്രിപ്റ്റിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട അടുത്ത ലൈനാണ് sys.exit app.exec. ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഈ നെയിമിംഗ് കൺവെൻഷൻസ്, ഇതിൻ്റെ app.exe _ ഇതെങ്ങനെയൊക്കെ ഓർമ്മിച്ച് വെക്കാമെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ജസ്റ്റ് ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ നിർബന്ധമായിട്ട് വരുന്ന ലൈനുകളാണ്. അപ്പോൾ ഇതൊരു ടെംപ്ലേറ്റ് പോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതാകുമ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ്. അതങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ 2-3 തവണ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മെമ്മറിയിൽ അവിടെ ഉണ്ടാകും. പിന്നെ പൈച്ചാം നിങ്ങളെ സഹായിക്കും. കാരണം ഓൾറെഡി അത് ഉണ്ടോ, നമുക്ക് അതിൻ്റെ ടൈപ്പിംഗ് പ്രോസസ്സ് വളരെയധികം എളുപ്പമാക്കി തരുന്നുണ്ട്. ജസ്റ്റ് അതിനെക്കുറിച്ചുള്ളൊരു ഈ സ്റ്റെപ്പുകളൊക്കെ നിർബന്ധമാണെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒരു വിൻഡോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇത്രയും സിമ്പിളാണ്. വിൻഡോസ് Qt/Q-widget. ഓക്കെ, ഇത് ആപ്ലിക്കേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ്. എത്രയും നമ്മൾ ചെയ്തതിനു ശേഷം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇവിടെ റൺ ചെയ്യുന്നുണ്ട്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ കാണിക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ്. നമ്മൾ കണ്ടു അതിൻ്റെ വിൻഡോ നമുക്ക് കാണുന്നില്ല, എവിടെ പോയി?
അപ്പോൾ വിൻഡോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, സ്ക്രീനിൽ കാണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നതാണ് വിൻഡോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഷോ, അത് കാണിക്കണം എന്നും കൂടി നമ്മൾ നിർദ്ദേശം കൊടുത്തു. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ദർ ഈസ് അവർ വിൻഡോ. കണ്ടോ, ഏറ്റവും ബേസിക് ആയിട്ടൊരു വിൻഡോ. നമുക്ക് മാക്സിമൈസ് ചെയ്യാം, മിനിമൈസ് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ റീസൈസ് ചെയ്യാം. അത് വിൻഡോസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വിൻഡോസിൻ്റെ ലുക്കാണ് മൊത്തത്തിൽ ഈ വിൻഡോസ്. നേറ്റീവ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സ്വഭാവമായിരിക്കും ആ വിൻഡോ ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവുന്നു. നമ്മളത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ ലൈൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ക്ലീൻ എക്സിറ്റ് ആണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുന്ന ആളാണ് sys.exit app.exec__ എന്ന് പറയുന്ന ഈ ലൈൻ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷന് നിർബന്ധമാണ്. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഇതിൻ്റെ സൈസ്, നമുക്കിതിൻ്റെ സൈസ് ഒരു സ്ക്വയർ ആയിട്ട് കിട്ടണമെന്ന് വിചാരിക്കുക. 500 പിക്സൽ വിഡ്ത്തും ഹൈറ്റും ഉള്ളൊരു വിൻഡോ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും, വിൻഡോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണിത്. വിൻഡോ ഡോട്ട് റീസൈസ് 500 ഉണ്ടോ, വിഡ്ത്തും ഹൈറ്റും നമ്മൾ 500 എന്ന് കൊടുത്തു കഴിഞ്ഞ് റൺ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോയുടെ സൈസ് മാറി. ഇറ്റ് ഈസ് പ്രെറ്റി സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ആവശ്യം, നമ്മുടെ വിൻഡോ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. നമുക്ക് ഇവിടെ ഇങ്ങനെ വരണം, ഒരു ഇത്ര ഗ്യാപ്പിൽ, ഒരു 50 പിക്സൽ ഗ്യാപ്പിൽ ഈ ഭാഗത്ത് പ്രത്യക്ഷപ്പെടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിൻഡോ ഡോട്ട് മൂവ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് ആണ് ഇത്, മെത്തേഡ് ആയിരിക്കും. നമ്മൾ റൺ ചെയ്യുന്നു, കണ്ടോ വിൻഡോ അവിടെ പോയി. നമുക്ക് കുറേ ഇപ്പുറം വരണം, ഒരു ഇവിടെയൊക്കെ വരണം, ഒരു 900 പിക്സൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് 500 ആണ്, ഇവിടെ 900, 150 ഇവിടെ അങ്ങനെ വരണം. റൺ ചെയ്യുന്നു. ഓക്കെ, വിൻഡോ, ഇപ്പോൾ നമ്മുടെ വിൻഡോയുടെ പൊസിഷൻ മാറി. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിൻഡോയുടെ പേരെന്താണ്, പൈത്തോൺ എന്നാണ്. ഈ പേര് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ സിമ്പിൾ വിൻഡോ എന്ന് വരും. നമുക്ക് എങ്ങനെ വരുത്താം, അതാണ് അടുത്ത മറ്റൊരു മെത്തേഡ്. വിൻഡോ ഡോട്ട് സെറ്റ് വിൻഡോ ടൈറ്റിൽ. കണ്ടോ, സെറ്റ് വിൻഡോ ടൈറ്റിൽ. എന്താണ് നമ്മുടെ പേര്, സിമ്പിൾ വിൻഡോ. ഇതോടുകൂടി സിമ്പിൾ വിൻഡോ എന്ന് പറയുന്ന പേരായിരിക്കും നമ്മുടെ വിൻഡോ. ഓക്കെ, വളരെ എളുപ്പമാണ്. ഒക്കെ ഓരോ മെത്തേഡുകളാണ്. നേരത്തെ പറയണ്ടേ, 6000-ഓളം മെത്തേഡുകളുണ്ട്. നിരവധി മെത്തേഡുകൾ നമുക്ക് മുമ്പിലുണ്ട്. നമുക്കിതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ PyQt4 ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരു എന്തെല്ലാം അതിന് ഇമ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞു. ഒരു വിൻഡോ ഒബ്ജക്റ്റാണ് നമുക്ക് വിൻഡോ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അത് ക്യൂ വിഡ്ജറ്റ് എന്ന് പറയുന്ന ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്, ക്യൂ വിഡ്ജറ്റ്. അതിനെ എങ്ങനെ റീസൈസ് ചെയ്യാമെന്ന് പഠിച്ചു. മൂവ് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. വേറെയും മെത്തേഡുകളുണ്ട്. അതിൻ്റെ ടൈറ്റിൽ, വിൻഡോ ടൈറ്റിൽ കൊടുക്കുന്ന മെത്തേഡാണ് സെറ്റ് വിൻഡോ ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ലൈൻ. പിന്നെ വിൻഡോ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ ഷോ ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ വിൻഡോ റൺ ചെയ്യും, പക്ഷേ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയില്ല. എക്സിറ്റ് ചെയ്യാനുള്ള സിസ് എക്സിറ്റ് എന്ന് പറയുന്ന കോഡും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലൈനുകൾ. ഇത്രയും ലൈനുകൾ നമുക്ക് നിർബന്ധമില്ല, പക്ഷേ ഈ ലൈനുകൾ നിർബന്ധമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തായാലും ഉണ്ടായിരിക്കും. അടുത്ത ആപ്ലിക്കേഷൻ ഉണ്ടാകും. പക്ഷെ നമ്മൾ വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ്സുകളും ഒബ്ജക്റ്റുകളും കുറച്ചും കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് തറവാക്കുക. ഇതെന്തായാലും നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പൈതൺ മലയാളം ട്യൂട്ടോറിയൽസിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. ഗുഡ് ബൈ.